സമൂസ നല്ല റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനുള്ള സമൂസ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഇഫ്താറിന് ഒരു ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോണേ. അതിലൊരു 200 ഗ്രാം ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിട്ട് വേവിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ സ്റ്റോക്ക്, പിന്നെ 2 സബോള, ഒരു വലിയ 2 സബോള ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ 2 സബോള കുരുകുരാന്ന് അരിഞ്ഞത് ഒരുവിധം വഴണ്ട് വരുന്നവരെ ഇളക്കാട്ട. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി, വലിയൊരു തക്കാളി. ഇപ്പം ഞാനൊരു 200 ഗ്രാം ചിക്കനാണ് ഉള്ള അളവാണ് ഞാൻ പറയണത്. ഇതിലും കൂടുതലെടുക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരുംജീരകപ്പൊടി, കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ അടുത്ത് കറിവേപ്പില തീർന്നു, അതുകൊണ്ടാണ്. അതിലേക്ക് ഇനി ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചൊന്ന് വെറ്റണം. അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ച് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ചും ചെയ്യാം കേട്ടോ. പച്ചക്കറി വെച്ച് നമുക്ക് ചെയ്യാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ചിക്കനും ബീഫും വെച്ച് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം, അയർക്കുട്ടനും ഇച്ചുവനൊക്കെ. പിന്നെ തന്നെ സമൂസ ഫോൾഡ് ചെയ്യാനായിട്ട് എൻ്റെ മൂത്ത മോളാണ് കേട്ടോ വന്നേക്കണത്, റിസ ഫാത്തിമ. ഞങ്ങൾ മിന്നൊന്ന് വിളിക്കും. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മൾ അതിലേക്ക് ഫില്ലിങ്സ് ഇങ്ങനെ മടക്കിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് മൈദ മാവ് ഒന്ന് കലക്കിയെടുത്ത് നല്ലതാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിൽ മൈദ മാവ് തീർന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയെടുത്ത് ആ സൈഡിലായിട്ട് ഇത് പരറ്റി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. നമ്മളതൊന്ന് പ്രോത്സാഹിപ്പിക്കും, നല്ലതാണ് കുട്ടികൾക്ക്. അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസൊക്കെ വരും. ആദ്യമായിട്ട് മടക്കണതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്സൊക്കെ ഉണ്ട്, എന്നിരുന്നാലും വലിയ തിരക്കില്ലാണ്ടൊക്കെ മടക്കിയെടുത്തു. ഇത്രയും ചിക്കൻ സമൂസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കോരിയെടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ചിക്കൻ സമൂസ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു.